LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ നീക്കം. പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വഴി റാങ്ക് ഹോൾഡേഴ്സിന് കത്ത് നൽകി 2 മാസം സമയം വേണമെന്നും നിലവിലെ സമരം അവസാനിപ്പിക്കണമെന്നുമാണ് കത്തിലെ ആവശ്യം. മുഖ്യമന്ത്രിയും നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇവരുമായി ജ്യോതിഷ് ജനാർദ്ദനൻ ചേരുകയാണ്. ജ്യോതിഷ്, മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം ഇതേ ആവശ്യം ഉന്നയിച്ചപ്പോഴും ഈ സമരസമിതി അതിനോട് വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. കാരണം അവർ പറഞ്ഞ കാര്യം തികച്ചും വാസ്തവമാണ്. കാരണം അധികാരത്തിലെത്തിയ ഉടൻ ഞങ്ങൾ നിങ്ങൾക്ക് ജോലി നൽകുമെന്നുള്ള ഉറപ്പാണ് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് വി.ഡി. സതീശൻ നൽകിയിരുന്നില്ല. പക്ഷേ അതൊക്കെയും വിഴുങ്ങുകയാണ് മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴും അധികാരത്തിലെത്തിയപ്പോൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിന് വഴങ്ങില്ല സമരസമിതി എന്ന് തന്നെയാണോ നേതാക്കൾ പറയുന്നത്? KP തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അല്പസമയം മുമ്പാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം ഇപ്പോൾ റാങ്ക് ഹോൾഡേഴ്സിനൊരു കത്ത് ലഭിച്ചിരിക്കുന്ന. കത്തിൽ പറയുന്ന പ്രധാന 2 കാര്യങ്ങളാണ്. ഒന്ന്, സമരം അവസാനിപ്പിക്കണം, നിലവിലെ സമരം അവസാനിപ്പിക്കണം. മാത്രമല്ല, തങ്ങൾക്ക് ഇതിന് പഠിക്കാൻ വേണ്ടി 2 മാസത്തെ സമയം വേണം. അതായത് നേരത്തെ ഉന്നയിച്ച കാര്യങ്ങൾ ഒരു കത്ത് മുഖാന്തരം ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിന് ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം റാങ്ക് ഹോൾഡർ തന്നെ ചേരുന്നുണ്ട്. എന്താണ് കത്തിൽ ഉള്ളത്? പ്രധാനപ്പെട്ട എപ്പോഴാണ് കത്തെത്തിയത്? കത്തൊരു 11 മണി കഴിഞ്ഞപ്പോഴാണ് കത്ത് വന്നത്. കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ സമരം അവസാനിപ്പിക്കുകയും അവർക്ക് പഠിക്കാൻ വേണ്ടി 2 മാസം കൊടുക്കുകയും എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സർക്കാർ അധികാരത്തിൽ കയറിയ സമയത്ത് ഒരാഴ്ച 2 ആഴ്ച സമയത്തിൽ തന്നെ നമ്മൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് അധിക തസ്തികകൾ കൊടുത്തിരുന്നു. അതിൽ മലപ്പുറത്ത് മാത്രം 120 അധിക തസ്തികകളാണ് കൊടുത്തത്. അതിൽ 90 എണ്ണം കൊടുത്തത് എയ്ഡഡ് സ്കൂളിനാണ്. അപ്പോൾ അതിൽ ഒരു അധിക ചിലവ് സർക്കാരിന് വരുന്നില്ല. ആ എയ്ഡഡിന് കൊടുത്തപ്പോൾ ആ 90 അധിക തസ്തികകൾ കൊടുത്തപ്പോൾ എയ്ഡഡിന് ഒരു അധിക ചിലവും വന്നില്ല. അതിനൊരു സാമ്പത്തിക മാന്യവും അവർക്ക് വരുന്നില്ല. പക്ഷേ നമ്മുടെ കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ഇനിയും പഠിക്കണം. കാരണം ആ 2 ആഴ്ച കൊണ്ട് അവർക്ക് അധിക തസ്തികകൾ കൊടുക്കാനും അതിനുള്ള കാശുകൾ കണ്ടെത്താനും എല്ലാം അവർക്ക് അതിനുള്ള സമയം കിട്ടി. 2 ആഴ്ച കൊണ്ടാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഇത് തുടങ്ങിയിട്ട് 29-ാം ദിവസമാണ് ഇന്ന്. എന്നിട്ടും അവർക്ക് ഇതിനെപ്പറ്റി ഇതുവരെ പോലും ഒരു കാര്യം പഠിക്കാനുള്ള സമയമോ സന്ദർഭമോ അവർക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല, ഇവിടെ നമ്മളെ ടീച്ചറിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അവർ മോശമാക്കുന്നതാണ്. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഈ സമരം, ഇപ്പോൾ ഉള്ള നിരാഹാര സമരം ഇവിടെ നിന്ന് വച്ച് നിർത്തിയാൽ മാത്രമേ അവർ ഉദ്ദേശിക്കും പോലെ നമ്മളിവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും അവർ ഈ ശബ്ദം ഇവിടെ നിലയ്ക്കണമെന്നാണ് അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഈ 2 മാസത്തെ സമയം അവർ കേൾക്കുന്നത്. നമ്മൾ പുറത്തു നിന്ന് ഒരു ഡോക്ടറിനെ വിളിച്ചാലോ മറ്റും ഇവിടെ പോലീസുകാരും മറ്റുള്ളവരും വളഞ്ഞ് അവരെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾ വന്ന് ഇവിടെ ടീച്ചറിനെ നോക്കിയാൽ, ടീച്ചറിന് വല്ലതും പറ്റിയാൽ ഇതെല്ലാം നിങ്ങളെ തലയിലാവും, നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഡോക്ടർ മുതിരില്ല. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആവശ്യതയാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ട് ഇവർക്ക് ഇവിടെ നിന്ന് ടീച്ചറിനെ എടുത്തുകൊണ്ട് പോകാൻ കഴിയും. പക്ഷേ നമ്മളതിന് വിട്ടുകൊടുക്കില്ല. നമ്മൾ ഏതറ്റം വരെ പോരാടിയായിരുന്നാലും ഈ ഒരു റാങ്ക് ലിസ്റ്റിലുള്ള 80% ആൾക്കാർക്ക് നിയമനം എന്നുള്ളൊരു സ്വപ്നം. കാരണം ഇതിൽ 98% സ്ത്രീകളാണ്. രാത്രി കൊച്ചുങ്ങളെയും ഭർത്താവിൻ്റെയും വീട്ടുകാരെയും എല്ലാ ജോലികളും അവർ കഴിഞ്ഞിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത്. രാത്രിയുടെ പകലുകളാക്കിയാണ് അവർ പഠിക്കുന്നത്. അങ്ങനെ വന്നവരാണ് ഈ ലിസ്റ്റിലുള്ള 98% സ്ത്രീകളും. അങ്ങനെയുള്ളവർക്ക് ആ ഒരു വില കൊടുക്കണം നമ്മുടെ സർക്കാർ. ഇനിയിപ്പോൾ സമരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കത്തിന് മറുപടിയായിട്ട് അവരോട് തന്നെ പറയാനുള്ള സമരമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മൾ ശക്തമായിട്ട് തന്നെ ഇതിന് കൂടുതൽ ഇന്നലെ നമ്മൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞിരുന്നു. അതേപോലെ അതിനെക്കാട്ടിലും വലിയ രീതിയിൽ ഇവിടെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇതിനെ ശക്തമായിട്ട് മുന്നോട്ട് പോകാനാണ് ഇത് തീരുമാനിക്കുന്നത്.
അത് തന്നെയാണ് KP സമരം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ LPST റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള കത്ത് നൽകിയിരിക്കുന്നത്. കത്തിലുള്ളത് നേരത്തെ സർക്കാർ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് ഈ സമരത്തിൻ്റെ ഊർജ്ജം നഷ്ടപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. 2 മാസത്തെ സമയം കഴിയുമ്പോൾ ഇപ്പോഴത്തെ ആവേശം ഇവർക്ക് നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമരം പിൻവലിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ തങ്ങൾ മുന്നോട്ട് തന്നെ പോകും. തങ്ങൾക്ക് അർഹതപ്പെട്ട നിയമനം ലഭിക്കുന്നിടം വരെ മുന്നോട്ട് തന്നെ പോകും. കാരണം വിവിധ ജില്ലകളിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിച്ചിട്ടില്ല എന്നാണ് ഈ ഉദ്യോഗാർത്ഥികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് വാക്കു പാലിക്കണമെന്നാണ്. കാരണം തങ്ങൾ അധികാരത്തിൽ വന്നാൽ അർഹരായ എല്ലാവർക്കും നിയമനം നൽകുമെന്ന് പറഞ്ഞിട്ടും ഇപ്പോൾ നിലവിൽ 1ാം റാങ്കുകാർക്ക് പോലും നിയമനം ലഭിക്കാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കത്തിന് മറുപടിയായിട്ട് സർക്കാരിനോട് തന്നെ ഇവർക്ക് പറയാനുള്ളത് തങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നിടം വരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. KP LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം അവസാനിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വഴി റാങ്ക് ഹോൾഡേഴ്സിന് കത്ത് നൽകിയിട്ടുണ്ട്. എന്നാൽ 2 മാസം സമയം വേണമെന്നാണ് നിലവിലെ സമരം അവസാനിപ്പിക്കാനുള്ള ഒരു പോംവഴിയായി അവർ പറയുന്നത്. എന്നാൽ അത് അംഗീകരിക്കില്ല. സമരം അതിശക്തമായി തുടരുമെന്ന് തന്നെയാണ് സമരസമിതി വ്യക്തമാക്കുന്നത്. ജ്യോതിഷാണ് വിശദാംശങ്ങൾ നൽകിയത്.